നമസ്കാരം. പ്രധാന വാർത്തകൾ. AIF ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി. പ്രൈമറി വിദ്യാഭ്യാസത്തിന്റെ നിലവാരം വർദ്ധിപ്പിക്കുകയാണ് അധ്യാപകരുടെ പ്രാഥമിക ധർമ്മമെന്ന് ധനമന്ത്രി KM മാണി. കാർഡ്സ് ആഭിമുഖ്യത്തിലുള്ള ഗ്രീൻ ഫെസ്റ്റിന് തുടക്കമായി. വാർത്തകൾ വിശദമായി. AIYF ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി. മങ്ങാട്ടുകവലിൽ നിന്ന് ആരംഭിച്ച യുവജന പ്രകടനത്തോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. സംഘടനാ ശക്തി വിളിച്ചറിയിച്ച പ്രകടനം പൊതുസമ്മേളന വേദിയായ മുനിസിപ്പൽ മൈതാനിയിൽ സമാപിച്ചു. പ്രൈമറി വിദ്യാഭ്യാസത്തിന്റെ നിലവാരം വർദ്ധിപ്പിക്കുകയാണ് അധ്യാപകരുടെ പ്രാഥമിക ധർമ്മമെന്ന് ധനമന്ത്രി KM മാണി. അധ്യാപകരെ കുട്ടികൾ ഏറ്റവും അനുകരിക്കുന്ന കാലഘട്ടമാണിത്. ഈ ലക്ഷ്യം മുന്നിൽ കണ്ടാണ് സർക്കാർ നയസമീപനങ്ങൾ രൂപപ്പെടുത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ് മാസ്റ്റേഴ്സ് അസോസിയേഷൻ 47ാം സംസ്ഥാന സമ്മേളനം തൊടുപുഴയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ വെള്ളം പണിയുന്നതെങ്കിൽ അതിന് ബേസ്മെന്റ് ഉറച്ചതായിരിക്കും. ബേസ്മെന്റ് ഉറച്ചതല്ലെങ്കിൽ ചോർച്ച, ബേസ്മെന്റ് ഉറച്ചതല്ലെങ്കിൽ കുറെ കഴിയുമ്പോൾ തകരുകയും ചെയ്യും. അപ്പൊ ബേസ്മെന്റ് ഉറച്ചതായിരിക്കും. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിയുടെ ചിന്തകൾക്ക് രൂപം കൊടുക്കുന്നത്, ആ കുട്ടിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് പ്രൈമറി കാലഘട്ടത്തിൽ ആ കുട്ടിക്ക് കിട്ടുന്ന വിദ്യാഭ്യാസം. നമുക്കെല്ലാവരും അമ്മയുടെ ഉദരത്തിൽ ജീവൻ തുടിക്കുമ്പോൾ മുതൽ അമ്മയുടെ ചിന്തകൾ ഒരു കുട്ടിയെ സ്വാധീനിക്കുന്ന പോലെയാണല്ലോ. ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആദ്യം മാതാപിതാക്കളുടെ അവരുടെ ചിന്തകൾ, അവരുടെ വാക്കുകൾ, അവരുടെ പ്രവൃത്തികൾ, ഇതാണ് കുഞ്ഞിനെ സ്വാധീനിക്കുന്നത്. ഇതുകൊണ്ടാണ് അധ്യാപകനാണ് ഏറ്റവും നല്ല പാഠപുസ്തകം എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങളെ വന്നിരിക്കുമ്പോൾ പാഠ്യവിഷയങ്ങളല്ലാതെ പറയുന്നത് അധ്യാപകനെയാണ് അവർ നോക്കുന്നത്. അധ്യാപകനെ കുഞ്ഞുങ്ങൾ പ്രൈമറി സ്കൂളിലെ കുഞ്ഞുങ്ങളെ വിനിയോഗിക്കുമ്പോൾ അധ്യാപകരുടെ പെരുമാറ്റം, ഭാഷ, അധ്യാപകർ പ്രകടിപ്പിക്കുന്ന ആ സ്നേഹം, അല്ലെങ്കിൽ അധ്യാപകരിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങൾ, ആശയങ്ങൾ, സങ്കല്പങ്ങൾ, ഇതൊക്കെ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിയെ സ്വാധീനിക്കുകയാണ്. അപ്പോ നമുക്ക് ബേസിക് കാര്യങ്ങൾ എഡ്യൂക്കേഷൻ, പ്രൈമറി എഡ്യൂക്കേഷൻ, സൗകര്യമില്ലാത്ത പ്രൈമറി സ്കൂളുകൾ, അവിടെ സൗകര്യമുണ്ടാകാതെ എത്രയോ വലിയ നല്ല കെട്ടിടങ്ങളില്ലാത്തതാണ് പ്രൈമറി സ്കൂളുകളൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഞാൻ
എഡ്യൂക്കേഷൻ, അടിസ്ഥാന വിദ്യാഭ്യാസം, ആ LP സ്കൂളിലെ വിദ്യാഭ്യാസം, ആ രംഗത്ത് നമ്മൾ കൂടുതൽ ഊന്നൽ നൽകുന്നുവെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസത്തിന്റെ നിലവാരം വർദ്ധിപ്പിക്കുവാൻ കഴിയും എന്ന് ഞാൻ ആശിക്കുകയാണ്. ചടങ്ങിൽ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് S രാമചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ്, സംഘടനയുടെ വിവിധ നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. കാർഡ്സ് ആഭിമുഖ്യത്തിലുള്ള ഗ്രീൻ ഫെസ്റ്റിന് തുടക്കമായി. കാർഡ്സിന് സമീപം തയ്യാറാക്കിയ മൈതാനിയിലാണ് ഈ മാസം 23 വരെ നീണ്ടു നിൽക്കുന്ന വിത്തുത്സവം നടക്കുന്നത്. റോഷി അഗസ്റ്റിൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഉദ്ദേശ ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടി ഏറെ ശ്രദ്ധേയമായിട്ടുള്ള മാറ്റങ്ങളിലൂടെ കടന്നു വരുന്ന കാർഡ്സിന്റെ പ്രവർത്തനത്തെ പ്രത്യേകമായി ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുന്നു. ജൈവ കൃഷിയും അതിന്റെ പ്രാധാന്യം, അതിലൂടെ കേരളത്തിന്റെ തനതായ നിലയിൽ കാർഷിക ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കർഷകർക്ക് പ്രേരണ കൊടുക്കുന്ന വലിയ ഒരു ഏജൻസിയായി കാർഡ്സ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ എല്ലാം മനസ്സിൽ ഡീൽ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ആശങ്ക ഉത്പാദനത്തിനനുസൃതമായ വില ലഭിക്കുമോ എന്നുള്ളതാണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട വിഷയം. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഉൽപാദനാനുസൃതമായ വില ലഭിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് കാർഷിക വൃത്തിയിൽ നിന്ന് പലപ്പോഴും പിന്മാറി പോകുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഹൈടെക് സംവിധാനവും ഹൈടെക് യുഗവും അതിവേഗം മുന്നേറുന്ന കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഏത് തലത്തിലും വിദ്യാർത്ഥികളെ ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ കൊടുത്ത് ജോലി പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രദ്ധയിൽ കൂടുതൽ ആശ്രയിച്ചു വരുന്നു. അതൊരു വശത്ത് തെറ്റെന്ന് പറയാൻ കഴിയില്ല. പക്ഷെ അതിന്റെ മറുവശം ഇവിടെ സൂചിപ്പിച്ചത് യാഥാർത്ഥ്യമാണ്. സമൂലമായ മാറ്റത്തിലേക്ക് ചിന്തിക്കുമ്പോഴും കൈമോശം വരുന്നൊരു പാരമ്പര്യം നമുക്ക് നഷ്ടമാകുന്നു. നല്ല കൃഷിയിടം, താരതമ്യേന ജലം ലഭിക്കുന്ന ഒരു സംസ്ഥാനം, ഇന്ത്യയെ പോലും സംബന്ധിച്ച് നോക്കുമ്പോൾ കേരളത്തിലാണ് അതിന് ഏറ്റവും കൂടുതൽ സോഴ്സും അവസരവും നമുക്കുള്ളത്. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ്, കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. മേടമാസത്തിലെ 10ാം ഉദയത്തോടനുബന്ധിച്ചാണ് കാർഡ്സ് ആഭിമുഖ്യത്തിൽ വിത്തുത്സവം സംഘടിപ്പിക്കുന്നത്. നാടൻ വിത്തിനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനും നാടൻ ഇനത്തിൽപ്പെട്ട വളർത്തുമൃഗങ്ങളുടെയും പക്ഷികളെയും സംരക്ഷിക്കുന്നതിനും ഊന്നൽ നൽകിയാണ് വിത്തുത്സവം സംഘടിപ്പിക്കുന്നത്. ഇവയുടെ പ്രദർശനവും വിതരണവും മേളയോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ 47ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് തൊടുപുഴയിൽ വനിതാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. തൊടുപുഴ അർബൻ ബാങ്ക് ഹാളിലായിരുന്നു പരിപാടി. TN സീമ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വനിതാ ഘടക പദ്ധതിയെ വിശകലനം ചെയ്തുകൊണ്ട് നടത്തിയ പ്രവർത്തനം, എനിക്ക് തോന്നുന്നു കേരളത്തിൽ അത്തരത്തിലുള്ള വിശകലനം ഔദ്യോഗിക തലത്തിലൂടെ നടക്കാറുണ്ട്. വളരെ ചുരുക്കം ശ്രമങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ. പിന്നെ കുടുംബശ്രീയുടെ സംഭാവനയെ സംബന്ധിച്ചിട്ടുള്ള അതിനുള്ള കണക്കുകൾ മാത്രമല്ല, ഈ കേരള സമൂഹത്തിൽ കഴിഞ്ഞ 10-15 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള സ്ത്രീ പുരുഷ ബന്ധത്തിൽ അല്ലെങ്കിൽ പദവി ബന്ധത്തിൽ ജെൻഡർ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ച് കൂടിയുള്ള ഒരു പരിശോധനയായിട്ടാണ് അത് അവസാനം വരുന്നത്. KGOയുടെ വനിതാ പദ്ധതിയുമായി ബന്ധപ്പെട്ട പഠനത്തിന്റെ തുടർച്ചയായി നടന്ന സെമിനാറിൽ ഞാൻ പങ്കെടുത്തിരുന്നു. ആഴത്തിലുള്ള കാഴ്ചകളാണ് തരുന്നത്, അത്തരം പഠനങ്ങൾ തരുന്നത്. KSTA കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ അധ്യാപകരുടെ ഇടയിൽ നടത്തിയൊരു സർവേ ഉണ്ടായിരുന്നു. ആ സർവേ ക്രോഡീകരിച്ചതെന്ന് ഞാനാണ്. അത് ക്രോഡീകരിച്ച സമയത്ത് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചത് കേരളത്തിലെ അധ്യാപകരിൽ ഭൂരിപക്ഷം സ്ത്രീകളാണ്. പൊതുവെ പറയുന്ന സാമാന്യ പ്രസ്താവനകളല്ലാതെ എന്താണ് അധ്യാപികമാർക്കിടയിലുള്ള അവസ്ഥ, എന്താണ് സംഘടനയുമായിട്ടുള്ള ബന്ധം, എന്താണ് KSTക്കുള്ളിലുള്ള സ്ത്രീ പുരുഷ ബന്ധത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ അതിന്റെ പോസിറ്റീവും നെഗറ്റീവുമായ കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ ആഴത്തിലുള്ള പരിശോധനയാണ് KST നടത്തിയത്. ചട്ടമ്പി സ്വാമി പരമ്പരയിൽപ്പെടുന്ന ശ്രീകല തീർത്ഥപാദാശ്രമത്തിന്റെ സമർപ്പണം ഏപ്രിൽ 23 നടക്കും. ഈസ്റ്റ് കലൂർ കേന്ദ്രമായാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. സ്വാമി വിവേകാനന്ദ തീർത്ഥപാദരും മാതാ സ്നേഹാനന്ദമയി തീർത്ഥപാദരും സ്വന്തം സമ്പത്തും വരുമാനവും ചെലവഴിച്ചാണ് ആശ്രമം നിർമ്മിച്ചിരിക്കുന്നത്.
യുവാക്കളുടെ വ്യക്തിത്വ വികസനം, പിന്നോക്ക വിഭാഗങ്ങളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ ഉന്നമനം തുടങ്ങിയവയാണ് ലക്ഷ്യമെന്ന് അവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആശ്രമത്തിൽ പ്രവേശനം എന്നുള്ളത് നമ്മളവിടെ ഉദ്ദേശിക്കുന്ന സേവനത്തിന് തയ്യാറായിട്ട് വരുന്ന ആൾക്കാരെ ആണ് നമ്മളവിടെ മെമ്പർമാരായിട്ട് ഉൾക്കൊള്ളാൻ ഉദ്ദേശിക്കുന്നത്. മെമ്പർ ഒരു അനാഥാശ്രമമായിട്ടോ ഒരു ഓർഫനേജായിട്ടോ അങ്ങനെയൊന്നും നടത്താനുള്ള പരിപാടിയല്ല. അവിടെ ക്ലാസ്സുകളാണ്. അപ്പോൾ ആ വർക്കിംഗ് ടൈമിൽ ഒരു 4-5 കിലോമീറ്ററിന് ഗ്രാമത്തിൽ വരാവുന്ന കുട്ടികൾ അവർ സൈക്കിളിനോ ബസ്സിനോ എങ്ങനെയാണ് സ്കൂട്ടർ ഉണ്ടെങ്കിൽ അങ്ങനെ വന്ന് ഡേ ടൈം ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് അവരുടെ വീട്ടിൽ പോകുക എന്നുള്ളൊരു സംവിധാനമാണ്. അപ്പോൾ അതിനകത്ത് അതുപോലെ ഡോക്ടർമാർ വരുവാണെങ്കിൽ നമ്മളവിടെ ക്യാമ്പ് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ വരുന്ന ഡോക്ടർ, ഇപ്പോൾ ഞാൻ റിട്ടയർഡ് ഡോക്ടറാണ്, അദ്ദേഹത്തിൻ്റെ ഇപ്പം തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ നമ്മളോട് ഒരു ഓഫർ തന്നിട്ടുണ്ട്. മകള് അമേരിക്കയിലാണ്, ഒരു കുട്ടി മാത്രമേ ഉള്ളൂ, ഹസ്ബൻഡ് മറ്റേ പ്രൊഫസറാണ്, ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല, ഞങ്ങൾ ഫ്രീ ആയിട്ട് സേവനം ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ നമ്മളവർക്ക് അവിടെ പണിതിരിക്കുന്ന എല്ലാം സ്യൂട്ട് റൂമാണ്. അവർക്കൊരു സ്യൂട്ട് റൂം കൊടുക്കുന്നു. അവരവിടെ വന്ന് ഗ്രാമത്തിന് ഫ്രീ ആയിട്ട് സേവനം ചെയ്യുന്നു. അപ്പോൾ സേവനം ചെയ്യാൻ തയ്യാറുള്ള ആൾക്കാർക്ക് പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ആശ്രമം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ വരുന്ന ആൾക്കാർക്ക് അവരുടേതായ സ്റ്റാൻഡേർഡിൽ താമസ സൗകര്യങ്ങൾ, ഭക്ഷണം, ബാക്കിയെല്ലാം ആശ്രമം ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അവർക്ക് ആ ചുറ്റുപാടിലെ ആ കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഒരു എക്സ്പെർട്ട് സീനിയർ റിട്ടയർഡ് ഡോക്ടറൊക്കെ ആണെങ്കിൽ ഒരു കൺസൾട്ടേഷൻ ഇല്ലാതെ അടുത്തുള്ള വീടുകളിൽ പോയിട്ടോ രോഗികളെ കാണുക, ശ്രദ്ധിക്കുക, അവർക്ക് ഇതുമാതിരി ഒരു കൺസൾട്ടിങ് ടൈം കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊന്നുമില്ല, പ്രധാനമായിട്ടും സേവനം, ആരോഗ്യപരമായ കാര്യങ്ങൾ, കുട്ടികളുടെ വ്യക്തിവികാസത്തിന്, പിന്നെ റെഗുലറായിട്ട് യോഗ, മെഡിറ്റേഷൻ അങ്ങനെയുള്ള പരിപാടികൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ സാമൂഹിക മാറ്റങ്ങൾക്ക് സ്ത്രീ സമൂഹം വിധേയമാകണമെന്ന് വനിതാ കമ്മീഷൻ അംഗം ലെസി ജോസ്. ത്രിതല പഞ്ചായത്തുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന സ്ത്രീകൾ മാനുഷിക മൂല്യങ്ങൾ കൂടി പ്രാധാന്യം കൽപ്പിക്കണമെന്നും അവർ പറഞ്ഞു. SNDP യൂണിയൻ വനിതാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. വനിതാ സംഘം പ്രസിഡന്റ് ഇന്ദു സുധാകരൻ അധ്യക്ഷയായിരുന്നു. യൂണിയൻ കൺവീനർ CP സത്യൻ മുഖ്യപ്രഭാഷണം നടത്തി. പല സ്ഥലങ്ങളുടെയും പേരിൽ നമ്മുടെ സമൂഹത്തിലെ പെൺകുട്ടികൾ അറിയപ്പെടുന്നുണ്ട്. എന്തുകൊണ്ട് അവർ അറിയപ്പെടുന്നു? സിനിമയിൽ അഭിനയിപ്പിക്കാം, അതില്ലെങ്കിൽ ജോലി വാങ്ങിച്ചു കൊടുക്കാം, അതല്ലെങ്കിൽ വിവാഹം കഴിച്ചു കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും ഒക്കെ പറയുമ്പോൾ അതിൽ വിശ്വസിച്ച്, അന്ധമായിട്ട് അവർ വിശ്വസിച്ച് അവർ പറയുന്ന വഴിയെ ചരിക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവുന്നത്. ഇതാണ് സാമൂഹിക ശാക്തീകരണത്തിന്റെ ഒരു പ്രസക്തി. ഇത്തരത്തിലുള്ള ചതിക്കുഴികളിൽ വീഴാതിരിക്കുന്നതിൽ തീർച്ചയായിട്ടും സാമൂഹികമായിട്ടുള്ള ശാക്തീകരണം നമ്മുടെ കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഇന്ന് കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികൾ മാത്രമല്ല, സ്ത്രീകളും ഇത്തരത്തിലുള്ള ചതിക്കുഴികളിൽ ധാരാളമായിട്ട് പെട്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് സാമൂഹിക ശാക്തീകരണം വളരെ അനിവാര്യമായിട്ടുള്ള ഒരു വസ്തുതയാണ്. ഇത് നിങ്ങൾക്ക് സ്വയം സഹായ സംഘങ്ങളിലൂടെ ഒത്തുചേരുവാന് അവസരം കിട്ടുമ്പോൾ സാമൂഹിക ശാക്തീകരണത്തിനുള്ള ഒരു വലിയ അവസരമാണ് ലഭിക്കുന്നത്. സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുവാനും, അതുപോലെ തന്നെ ഇത് ചർച്ച ചെയ്യുന്നതിലൂടെ എവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിനും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വിവിധ അവസരങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നതിനും ഒക്കെയുള്ള അവസരമാണ് SNDP യോഗം തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിലേക്ക് തുറന്നു തരുന്നത്. മാറിക ശാന്തികാട് ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിലെ ബാലാലയ പ്രതിഷ്ഠ നടന്നു. തന്ത്രി മനയത്താറ്റ് അനിൽ ദിവാകരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങ്. വാഴക്കുളം പൈനാപ്പിൾ ഗ്രോവേഴ്സ് ആൻഡ് പ്രോസസേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ധനമന്ത്രി KM മാണി ഉദ്ഘാടനം ചെയ്യും. പൈനാപ്പിൾ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ നൂതന സംരംഭമായാണ് പുതിയ കമ്പനി രൂപീകരിക്കുന്നതെന്ന് MD ജോയ് മാത്യു, ചെയർമാൻ ജോസ് മുല്ലശ്ശേരി, പ്രൊഫസർ ബേബി ജോൺ, ഡയറക്ടർ OE ജോൺ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
കർഷകർക്ക് ആവശ്യമുള്ള അഗ്രി ഇൻപുട്സ്, അത് വളമാകാം, മറ്റ് ഉപകരണങ്ങളാകാം, ഇവയുടെ എല്ലാം ഒരു സ്റ്റോറ്, മിതമായ വിലയ്ക്ക് കർഷകർക്ക് ലഭിക്കുന്ന ഒരു സ്റ്റോറ് കൂടി ഇതോടൊപ്പം ആരംഭിക്കുകയാണ്. കമ്പനി നിലവിൽ ഏകദേശം ഒരു 200 ഏക്കറോളം സ്ഥലം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് കൃഷി ചെയ്യാൻ ആരംഭിച്ചു കഴിഞ്ഞു. ക്രമേണ ഇതിൻ്റെ മാർക്കറ്റിങ്ങിലേക്കും അതോടൊപ്പം മിച്ചം വരുന്ന ഫ്രൂട്ട് സംസ്കരിക്കുന്ന സാഹചര്യത്തിലോട്ടും കമ്പനി മാറാൻ ഉദ്ദേശിക്കുന്നു. മറ്റൊരു പ്രധാന കാര്യം, ഈ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തന്നെ നമ്മുടെ ധനകാര്യമന്ത്രി ശ്രീ KM മാണിക്ക്, അദ്ദേഹമാണ് കമ്പനിയുടെ ഉദ്ഘാടനം നിർവഹിക്കുക, അദ്ദേഹത്തിനൊരു സ്വീകരണം കൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. മറ്റൊന്നുകൊണ്ടുമല്ല, അദ്ദേഹത്തിൻ്റെ നൂതനമായ ചില ആശയങ്ങൾ കേരളത്തിലെ കൃഷിക്ക് ഏറ്റവും അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കുന്നതുകൊണ്ടാണ്. ഉദാഹരണത്തിന് പൈനാപ്പിൾ കർഷകരെ നേരിട്ട് സഹായിക്കുന്ന പൈനാപ്പിൾ മിഷൻ അദ്ദേഹത്തിൻ്റെ ആശയമാണ്. മറ്റൊന്ന് ഹൈടെക് കൃഷികൾ. ഇനി ഗ്രീൻ ഹൗസുകളിൽ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറിയും വലിയ പ്ലാന്റേഷൻ ക്രോപ്സ് അല്ലാത്ത പഴവർഗ്ഗങ്ങളും എല്ലാം കൃഷി ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു ടെക്നോളജിയും അതിനുവേണ്ടിയ സപ്പോർട്ടും ഇന്ന് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നിടത്തോളം അതിലെ മുഖ്യമായ പഠനം നടത്തിയതും അതിന് ഒരു പ്രത്യേക താല്പര്യമെടുത്തതും നമ്മുടെ ധനകാര്യമന്ത്രിയാണ്. അദ്ദേഹത്തെ അതുകൊണ്ട് ഈ മീറ്റിങ്ങിലേക്ക് ഞങ്ങൾ കമ്പനിയുടെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കുകയും അദ്ദേഹത്തെ എല്ലാവരും കൂടി സ്വീകരിക്കുകയും ചെയ്യുന്നൊരു ചടങ്ങും ഈ പരിപാടിയോടനുബന്ധിച്ച്, കമ്പനിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ചെയ്യുന്നുണ്ട്. തൊണ്ടിക്കുഴ അമൃത കലാശാസ്ത്ര ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവവും കലശാഭിഷേകവും താഴികക്കുട സമർപ്പണവും 20-21 തീയതികളിൽ നടക്കും. തന്ത്രി താഴ്മൺ രാജീവര കണ്ഠരുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങ്. എല്ലുപുറം ആലപ്പാട്ട് MM ജോൺസന്റെ ഭാര്യ ചിന്നമ്മ നിര്യാതയായി. 57 വയസ്സായിരുന്നു. സംസ്കാരം 20 രാവിലെ 12 എള്ളുപുറം സെന്റ് മത്യാസ് CSI പള്ളിയിൽ. രാവിലെ 10:30 തൊടുപുഴയിലെ വീട്ടിൽ സംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. AIF ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി. പ്രൈമറി വിദ്യാഭ്യാസത്തിന്റെ നിലവാരം വർദ്ധിപ്പിക്കുകയാണ് അധ്യാപകരുടെ പ്രാഥമിക ധർമ്മമെന്ന് ധനമന്ത്രി KM മാണി. കാർഡ്സ് ആഭിമുഖ്യത്തിലുള്ള ഗ്രീൻ ഫെസ്റ്റിന് തുടക്കമായി. ഇതോടെ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി.